രാജ്യത്തിൻ്റെ അഭിമാനമായ INS വിക്രാന്തിനും പറയാനുണ്ട് കത്തോലിക്ക സഭയുടെ ത്യാഗചരിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്നത് ഏതൊരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ പോകുന്ന കാര്യമാണ്. വളർച്ചയുടെയും വികസനത്തിൻ്റെയും നാഴിക കല്ലുകൾ പിന്നിട്ട് രാജ്യം വാനോളം ഉയരുന്ന ഈ നിമിഷങ്ങളിൽ കേരളത്തിൻ്റെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ പ്രൗഢിക്കൊപ്പം തങ്കലിപികളിൽ കൊത്തിവെക്കേണ്ട മറ്റൊരു ചരിത്രമുണ്ട്. ഏവരും നന്ദിയോടെ മാത്രം ഓർക്കേണ്ട ഒരു ത്യാഗത്തിൻ്റെ ചരിത്രം. പിറന്നു വീണ മണ്ണിൻ്റെ ആത്യന്തികമായ വികസനത്തിന് ഒപ്പം നിൽക്കാൻ തങ്ങളുടെ ആധ്യാത്മികതയുടെ സായുജ്യമായ ദേവാലയവും തങ്ങളുടെ പിതൃപരമ്പരകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയും യാതൊരു വിലപേശലും കൂടാതെ വിട്ടുകൊടുത്ത ചരിത്രം. കൊച്ചിയിൽ വരുന്ന കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെയാണ് അവർ അത് നൽകിയത്. കൊച്ചിയിലെ വരവുകാട് കത്തോലിക്ക പള്ളിയും അവിടുത്തെ സാധുക്കളായ ഒരു പറ്റം വിശ്വാസികളുമാണ് ആ ത്യാഗപ്രവർത്തിക്ക് തയ്യാറായത്. കൊച്ചിയിൽ ഒരു കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ സർക്കാർ തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് 1960കളിലാണ്. പല കാര്യങ്ങൾ കൊണ്ടും സർക്കാരിന് ബോധിച്ച സ്ഥലങ്ങൾ ഏറെയും കത്തോലിക്ക സഭയുടെ അന്നത്തെ പെരുമാനൂർ ഇടവകയുടെ പരിധികളിലായിരുന്നു. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശ്വാസി സമൂഹം പടുത്തുയർത്തിയ വരവുകാട്ട് കുരിശുപള്ളിയും പള്ളിയുടെ സെമിത്തേരിയുമാണ് കപ്പൽ നിർമ്മാണശാല പദ്ധതിക്കായി ഉചിതമെന്ന് സർക്കാർ കണ്ടെത്തുകയായിരുന്നു. അന്നത് പണ്ടാരവകയിലേക്ക് വിട്ടു നൽകാൻ സർക്കാർ ആവശ്യപ്പെട്ടു. സ്മാരകശിലകൾ കാത്തു സൂക്ഷിക്കുന്നതിൽ തെല്ലും കൃത്യവിലോപങ്ങൾ കാട്ടാത്ത വിശ്വാസി സമൂഹം പൂക്കളും മെഴുകുതിരികളുമായി പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന തങ്ങളുടെ പിതൃക്കൾ വിശ്രമിക്കുന്ന കല്ലറകൾ നിറഞ്ഞ ആ ഭൂപ്രദേശം യാതൊരു വൈമനസ്യവും കാണിക്കാതെ നാടിൻ്റെ വികസനത്തിനു വേണ്ടി വിട്ടു നൽകുകയായിരുന്നു. വരാപ്പുഴ രൂപതയുടെ അന്നത്തെ പരമാധ്യക്ഷനായിരുന്ന ഡോക്ടർ ജോസഫ് അട്ടിപ്പേറ്റിയും വികാരി മോൺസിഞ്ഞോർ അലക്സാണ്ടർ വടക്കുംതലയുമായിരുന്നു ചരിത്രപരമായ ഈ തീരുമാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. വികസനത്തിന്റെ നാഴികക്കല്ലുകൾ താണ്ടി നമ്മുടെ രാജ്യം ഇന്ന് കുതിക്കുമ്പോൾ അന്ന് അതിനായി 1.5 ഏക്കർ സ്ഥലം വിട്ടു നൽകിക്കൊണ്ട് വരവുകാട്ടെ കത്തോലിക്ക വിശ്വാസികൾ ആത്മത്യാഗത്തിന്റെ ബലിശിലയിൽ പിറുപിറുപ്പ് കൂടാതെ എറിഞ്ഞുടച്ചത് തങ്ങളുടെ ആ ദേശത്തെ ആത്മീയ സംഗമങ്ങളുടെ പ്രധാന വേദിയായ ദേവാലയവും പൈതൃക സ്മൃതികളുടെ കൂടാരവുമായിരുന്നു. സ്ഥലം വിട്ടു നൽകിയതിനു ശേഷം പിതൃക്കളുടെ ഭൗതിക ശരീരാവശിഷ്ടങ്ങൾ പേറുന്ന പേടകവുമായി വിശ്വാസികൾ MG റോഡ് ചുറ്റി അംബികാപുരത്തേക്ക് നടത്തിയ പദയാത്ര ത്യാഗത്തിന്റെ ഉജ്ജ്വല വിളംബര യാത്രയായി ഇന്നും കേരളത്തിന്റെ ചരിത്രത്തിൽ പരിഅവശേഷിക്കുന്നു. അതുകൊണ്ട് കൊച്ചിൻ കപ്പൽശാലയുടെ ജൂബിലി ആഘോഷങ്ങൾ കത്തോലിക്ക സഭാ സമൂഹത്തിന്റെ ആത്മാർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ജൂബിലി ആഘോഷം കൂടിയാണ്. വിഴിഞ്ഞത്ത് അതിജീവനത്തിനു വേണ്ടി തീരദേശ മക്കൾ നടത്തുന്ന സമരത്തെ വക്രീകരിക്കാൻ സമരത്തിന് നേതൃത്വം നൽകുന്ന കത്തോലിക്ക സഭയെ വികസന വിരോധികളെന്നും ഒറ്റുകാരെന്നും ആക്ഷേപിക്കുന്നവർ ചരിത്രത്തിലേക്ക് അവധാനതയോടെ ഒന്ന് കണ്ണോടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നോക്കാൻ തയ്യാറാകുമെങ്കിൽ ചില കാഴ്ചകൾ അവർക്ക് ഓർത്തെടുക്കാൻ കഴിയും. തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനായി സ്ഥലം വിട്ടു നൽകിയ കത്തോലിക്ക സമൂഹത്തിന്റെ ചരിത്ര ഓർമ്മകൾ. പ്രളയജലം തലയ്ക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അന്നത്തെ കളക്ടർ വസുകിയോട് ഒന്നും പേടിക്കേണ്ട മേഡം, എത്ര വള്ളവും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന് റെഡിയാണെന്ന് പറഞ്ഞ കത്തോലിക്ക വൈദികരുടെ നിസ്വാർത്ഥമായ വാഗ്ദാനങ്ങൾ. അങ്ങനെ പലതും. അങ്ങനെ നോക്കുന്നവർക്ക് ബോധ്യമാകും കത്തോലിക്ക സഭ എന്നും പീഡിത ജനത്തിന്റെ പക്ഷത്താണ് നിന്നിട്ടുള്ളത് എന്ന്. ഒപ്പം നാടിന്റെ വികസനത്തിനൊപ്പവും.